എന്താ ചെയ്യാൻ പോകുന്നത് നമ്മള്? വെജിറ്റബിൾ കൊണ്ട് പ്രിന്റ് ചെയ്യാലേ. ഓക്കെ, തുടങ്ങാ. പാർത്തിക്കുട്ടൻ പറഞ്ഞതുപോലെ വെജിറ്റബിൾ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചെറുനാരങ്ങയും ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയോ? പച്ചമുളകിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ വേറൊരു പച്ചക്കറിയും പരീക്ഷിച്ച് നോക്കാനേ തോന്നിയില്ല. 1ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ വെജിറ്റബിൾ പ്രിന്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനൊരു ഹോംവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അത് ചെയ്തു വന്നപ്പോഴാണ് ഇനിയും ചെയ്തേക്കാം എന്നാൾ പറഞ്ഞത്. ഇപ്പോൾ ഈ ചെയ്യുന്നതിലും സൂപ്പർ അതായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ ചിത്രം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ആൾ ചെയ്തു തീർത്തത് സവാളയും ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രതീക്ഷിച്ചതിലും സൂപ്പറായിരുന്നു കേട്ടോ. പാർത്തിക്കുട്ടനും അത് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് പറയാൻ മറക്കരുതേ. ഇനി എന്ത് ചിത്രമാണ് പാർത്തിക്കുട്ടൻ വരയ്ക്കേണ്ടത് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുതേ. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. ഏട്ട വരച്ച ചിത്രം എങ്ങനെയുണ്ട്? സൂപ്പറാ.